ഹലോ, ഞങ്ങളിന്ന് കാൽനട യാത്രയിലാട്ടാ. ഞാനുണ്ട്, ഇസാനുണ്ട്, കണ്ട ഇസാണ്ട്, ഞാനുണ്ട്. ഞങ്ങളിന്ന് ഇസാൻ്റെ മുടി വെട്ടാൻ പോവാട്ടാ. പെരുന്നാളൊക്കെ ആവല്ലേ, അപ്പോൾ അവൻ്റെ മുടി വെട്ടാനായിണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വെട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതാണ്. അപ്പം ഇന്ന് ഞങ്ങൾ മുടി വെട്ടാൻ പോവുകയാണ്. ഇസാൻ കൂടെ ഉണ്ട്, ഇസാനും നടക്കുന്നുണ്ട്. അപ്പം ഇന്നെന്തൊക്കെ വിശേഷം? നോമ്പറക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. 4 മണിയായി. അപ്പോൾ കുഞ്ഞു ബേബിയുടെ അടുത്തൊരാളുണ്ട്. ആ ആൾ പോകുമ്പോഴത്തേനും ഞങ്ങൾക്ക് വരണം. വേഗം മുടി വെട്ടി വരണം. ഒരു 1/4-3/4 കിലോമീറ്ററൊക്കെ നടക്കാനുണ്ട് കേട്ടോ മുടി വെട്ടണ സ്ഥലത്തേക്ക്. അപ്പോൾ ഇസാന് പിന്നെ ചെരുപ്പൊക്കെ ഇട്ടെടുത്താൽ അവൻ നടക്കും, എത്ര ദൂരം വേണമെങ്കിലും നടക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ മുടി വെട്ടാനുള്ള യാത്രയിലാണ്. മുടി വെട്ടണതും ഞങ്ങൾ വീഡിയോ എടുക്കില്ല കേട്ടോ. കാരണം അതുവരെ എത്തുമ്പോഴത്തേന് തന്നെ നടന്നെത്തുമ്പോഴത്തേന് തന്നെ കുറേ നേരമാകും. പിന്നെ എഡിറ്റൊന്നും ചെയ്യാനറിയില്ല. അന്ന് 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, എഡിറ്റൊന്നും ചെയ്യാറില്ല. അപ്പം മുടി വെട്ടണത് കാണിക്കാൻ പറ്റില്ല. പിന്നെ പറ്റിയെങ്കിൽ എടുക്കുക. എന്താ വെച്ചെങ്കിൽ മുടി വെട്ടണമെങ്കിൽ അവന് ഫോൺ വേണം, അല്ലാണ്ട് അവൻ സമ്മതിക്കില്ല. അല്ല, എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. സൂപ്പറായിട്ട് അവൻ നടക്കും, ചെരുപ്പൊക്കെ ഇട്ട് സുന്ദരനായിട്ട്. അപ്പം ഞങ്ങളങ്ങനെ പോവണ വഴിയിലാണ്. പിന്നെ ഞാൻ യാത്രയ്ക്കൊന്നും കാൽനട യാത്രയ്ക്കൊന്നും ഇപ്പോൾ പോവലില്ല. പോവാൻ ഇതന്നെ കുഞ്ഞു ബേബിയൊക്കെ ഉള്ളത് കൊണ്ടാണ് പോവാത്തത്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരവരുടെ വീട്ടിൽ പോയാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കാൽനട യാത്രക്ക് പോകുകയെന്ന് പറഞ്ഞാൽ വെറുതെ നടക്കാൻ പോവല്ല കേട്ടോ. ഞാൻ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ എന്താ പറയുക, എൻ്റെ അന്നം തേടി ഉള്ള പോക്കാണ് കേട്ടോ. അതായത് കച്ചവടത്തിനായിട്ടാണ് ഞാൻ പോണത്. മാക്സിയൊക്കെ കച്ചവടമായിരുന്നു. എനിക്ക് മാക്സി കച്ചവടം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ വേറെ കുറച്ച് ചില്ലറ വീട്ട് സാധനങ്ങളൊക്കെ ഐറ്റംസൊക്കെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ആയിട്ട് ഇങ്ങനെ വിൽക്കാൻ പോവലാണ് എൻ്റെ പണി. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ പോണത്. അപ്പം നടന്ന് പോണത്, അതാണ് ഞാൻ പറഞ്ഞ കാൽനട യാത്രയിലാണ് എന്ന് പറയുന്നത്. നടന്ന് പോയിട്ടാണ് കേട്ടോ കൊടുക്കണത്. കുറച്ചൊരു 10 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. 10-12 കിലോമീറ്ററൊക്കെ ഒരു ദിവസം നടക്കും. നടന്നിട്ടാണ് കച്ചവടം ചെയ്തിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ കുഞ്ഞു ബേബിയും ഇതാൻ്റെ അമ്മ പ്രസവിച്ചെടുക്കണ കാരണം കൊണ്ട് ഉള്ളതുകൊണ്ട് പിന്നെ പോകാൻ പറ്റില്ല. പോയാൽ ശരിയാവില്ലല്ലോ. പിന്നെ അവർ പോകുന്നവരെ ഞാൻ പോവില്ല. പിന്നെ നോമ്പൊക്കെ അല്ലേ, നോമ്പ് വെച്ചിട്ടൊന്നും നടക്കാൻ വയ്ക്കൂല, നല്ല വെയിലല്ലേ. ഇന്നിവിടെ ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടാ. എല്ലാവരും ഇടിയും വെട്ടി കുറച്ചൊന്ന് നനയുന്ന രൂപത്തിലുള്ള മഴയൊക്കെ പെയ്ത്. അതിങ്ങനെ മഴ പെയ്തിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ മഴ പെയ്താലും തണുക്കില്ല, ഭയങ്കര ചൂട് നമുക്ക് കൂടുള്ളൂ. അങ്ങനെ ചെറുതായിട്ട് എന്താ പറഞ്ഞു ഞാൻ അത് മറന്നു. അപ്പം എന്നിട്ട് താത്ത സംസാരിക്കാൻ നിന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ കട്ടാക്കിയതാട്ടോ. എന്താ പറഞ്ഞെന്ന് ഓർമ്മയില്ല. അത് വിടാം, ഓർമ്മ വരുമ്പോൾ പറയുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ കാര്യമല്ല അല്ലേ പറഞ്ഞ്, ഒരു കച്ചവടത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞ് ഞാൻ. 10-12 കിലോമീറ്ററൊക്കെ നടന്ന് പോയിട്ടാണ് ഞാൻ കച്ചവടം ചെയ്തിട്ട് വരുന്നത്. അതാണ് സുഖം. നടക്കാൻ നമുക്ക് നടക്കണതല്ല, നല്ല വെയിലല്ല. പിന്നെ നോമ്പൊക്കെ ആകുമ്പോൾ നോമ്പ് വെച്ചിട്ടൊന്നും നടക്കാൻ വയ്ക്കൂല.
എന്നാലും ഞാൻ പോവും. വെയിലായാലും അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഞാൻ നേരത്തെ പോവും. അതല്ലെങ്കിൽ ഞാൻ ഉച്ചയിരട്ട് പോവും. ഉച്ചയിട്ടിപ്പോൾ എന്തായാലും നമുക്ക് നോമ്പാകുമ്പോൾ പോകാൻ പറ്റില്ല. അന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന നേരം നമുക്ക് വീട്ടിൽ വരണ്ടേ. അപ്പോൾ അത് പറ്റൂല എന്തായാലും. അപ്പം ഞാൻ അതിനനുസരിച്ച് രാവിലെ നേരത്തൊക്കെ ഞാൻ പോവും. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ എന്താ പറയുക, ഇതാ നടക്കുന്നുണ്ട് കേട്ടോ. നടന്നെൻ്റെ കൂടെ വരുന്നുണ്ട്. കാണാണ്ട ഇതാനിനെ ഇതാ. അപ്പം മുടി വെട്ടാൻ ആരുടെയും കൂടെ പോകാൻ കൂട്ടാക്കൂല. അപ്പം ഞാൻ തന്നെ പോകണം. പിന്നെ അവന് മുടി വെട്ടണം എന്നുണ്ടെങ്കിൽ ഫോൺ വേണം, എന്നാലും അവൻ മുടി വെട്ടുള്ളൂ. വെട്ടായിരുന്ന് കാണിച്ചു കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ബഹളം വെക്കും. അപ്പം അങ്ങനെ ഞാൻ എന്തൊക്കെ കുറേ പറഞ്ഞത് വീഡിയോ കട്ടാക്കിയപ്പോഴേ എന്താ പറഞ്ഞ അവിടെ താത്ത സംസാരിച്ചത് എന്ത് ഇതാനെ കണ്ടപ്പോൾ എന്താ വിശേഷം, ബേബിയുടെ വിശേഷം എന്താന്നൊക്കെ ചോദിച്ചാൽ താത്ത. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാൻ മറന്നു, അതോടെ അതവിടെ വിട്ടു പോയിട്ടാ. ഇത് ഫുള്ളായില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ മുടി വെട്ടാനുള്ള യാത്രയിലാണ്. അപ്പോൾ ഓക്കെ, കടയിലെത്താറായി തുടങ്ങി. ഇനിയൊക്കെ റോഡായി, വണ്ടികളൊക്കെ ഇങ്ങനെ പോണ്. അപ്പം ഇനി ഫോണിൽ വെള്ളത്തിൽ ചവിട്ടി. മഴ പെയ്ത കാര്യമാണ് അപ്പോൾ പറഞ്ഞതല്ലേ. മഴ പെയ്ത കാര്യമാണ് പറഞ്ഞത്. മഴ പെയ്ത അങ്ങനെ ചെറുതായി മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂട് കൂടുള്ളൂ. പിന്നെ മഴ പെയ്യുകയാണെങ്കിൽ അങ്ങനെ 2-3 ദിവസം അടുപ്പിച്ചൊക്കെ മഴ പെയ്യണം. നല്ല വെള്ളമാവാൻ പാകത്തിന്, ഭൂമി തണുക്കാൻ പാകത്തിനൊക്കെ മഴ പെയ്യണം. എന്നാലാണ് നമുക്ക് തണുപ്പിടാവുള്ളൂ. ഇതിപ്പോൾ ഈ ഒന്ന് ചാറി പോയി കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് ചൂടാവും. അപ്പോൾ ഈ മഴച്ചാറിൽ എന്തിനാണെന്നറിയോ, ഒരു വിഷുവൊക്കെ ആകുമ്പോൾ ഒരു മഴച്ചാറിലുണ്ടാവുമല്ലോ, ഈ മരവലങ്ങളൊക്കെ ഉണങ്ങി നിൽക്കില്ല, അതൊക്കെ ഒന്ന് പൊടിച്ചുണ്ടാവാനൊക്കെ ആയിട്ടൊരു മഴ പെയ്യലാണത്. അത് കാര്യമില്ല. നല്ല ഇടി വെട്ടിയിട്ടാ, നല്ലൊരു ഇടി വെട്ടിയുള്ളൂ. പക്ഷെ നന്നായി വലിയ ഇടി വെട്ടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും റംസാൻ മുബാറക്ക്. ഓക്കെ.